ചേച്ചി ഈ ജേർണലിസത്തിൽ നിന്ന് എങ്ങനെയാണ് ആക്ട്രസിലേക്ക് മാറിയത്? ബിക്കോസ് ഓഫ് യുവർ ഹസ്ബൻഡ്. ഏട്ടനാണ് ആദ്യം അഭിനയിച്ചത്? പിന്നെ അതിന് മുമ്പ് ചേച്ചി ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ചേച്ചിയോട് എന്താ ചോദിച്ചു അഭിനയിക്കുന്നത്? ഇല്ല ഞാൻ അന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. ഇത് സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു, ഞാൻ മറന്നുപോയി, ഒരു സിനിമയുടെ പ്രൊമോഷൻ. അപ്പോ അവർക്ക് ഒരു ആറ്റുകാൽ പൊങ്കാല ദിനം അന്ന് തന്നെ ഒരു ഷൂട്ട് ചെയ്യണം. സിദ്ദിഖ് സാറിന് എവിടെയോ പോകണം. അത് കഴിഞ്ഞാൽ ടൈമിന്റെ ഷൂട്ടിങ് നീളും. അപ്പൊ അവരൊരു അമ്മയെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നോട് പൊങ്കലിടുവോ? ഞാൻ ഇല്ല, എന്താ പാർവതി അഭിനയിപ്പിക്കാം. പൊങ്കാല ദിനത്തിൽ എല്ലാരും പൊയ്ക്കൊണ്ടിരിക്കുക. കൽച്ചേച്ചി, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആക്ടേഴ്സിനെ ഒന്നും കിട്ടാനില്ല, എല്ലാരും പൊങ്കാല. ഞാൻ ഇങ്ങനെ പൊങ്കാല ഇടുന്നില്ല, എന്നാ പിന്നെ അഭിനയിക്ക് 2 ദിവസത്തേക്ക് വരണം എന്ന് പറഞ്ഞു. പേടിയായോ? പിന്നെ അല്ലേ, എനിക്ക് അഭിനയിക്കാൻ അറിയാവൂ. അറിയാം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു എന്ന് വെച്ചാല് അങ്ങനെ അഭിനയിക്കുന്നതിന് മുമ്പ് ശ്യാം പ്രസാദ് സാറൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നെ. അപ്പൊ ഞാൻ എന്നെ വിട്ടിട്ടില്ല. അപ്പൊ നമ്മുടെ വീട്ടില് ഈ പിന്നെ സുരേഷേട്ടനും രാധികയും ഭയങ്കര അടുപ്പമാണ്. എല്ലാ ഡെലിവറിയും വീട്ടിലായിരുന്നോണ്ട് അമ്മയ്ക്കും അച്ഛനും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴും വന്ന് നല്ല പരിചയം. അപ്പൊ സുരേഷേട്ടൻ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും സിനിമ അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ സുരേഷേട്ടനെ സുരേഷ് അങ്ങനെ ആർക്കൊന്നും പറയാൻ വയ്യ. ഹസ്ബൻഡ് ആർക്കൊന്നും പറയാം. ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു അഭിനയിക്കാൻ പറഞ്ഞു? എനിക്ക് ഒരു പിടിയില്ല അഭിനയിക്കാൻ. അപ്പൊ അവര് നല്ലതായിട്ട് ചെയ്തല്ലോ ചേച്ചി. എവിടെ നല്ലതായിട്ട് ചെയ്ത്? എന്റെ പൊന്നു കൊച്ചെ, അവിടെ വന്ന് അഭിനയിക്കാൻ പറഞ്ഞ അദ്ദേഹം ഡയലോഗ് പടപടപടാന്ന് ഞാൻ കാണാൻ പറഞ്ഞു. ടേക്ക് ഓക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഞാൻ ചെയ്തത്? ഉള്ളിന്റെ ഉള്ളിലൊരു അല്ലെന്ന് കാണാതെ പഠിക്കാനുള്ള കപ്പാസിറ്റി മാത്രം. എന്തുവാ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതിനകത്ത് ഞാൻ ചിരിക്കുന്നുണ്ട്. അതിനകത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരാൾ എൻട്രി ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഷായ് സാർ എന്തോ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഷോട്ട് ഓക്കെ ആയി. ഞാൻ സാറിനോട് സാർ ഞാൻ ചിരിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറയേ. ഇനിയിപ്പോ ഞങ്ങൾ എല്ലാവരും അതൊന്നും എടുത്ത് വെച്ച് ചേച്ചിയുടെ അഭിനയം ഇത്ര റെയ്ഡ് നടക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന ഏക ഒരു അമ്മ ഇത് മാത്രമേ ഉള്ളൂ. അനീസ് കിച്ചണിൽ വരുമ്പോൾ എനിക്ക് ഒരുപാട് ചിരിയും നല്ല ഓർമ്മകളുമാണ്. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചിയുടെ എപ്പിസോഡ് പിന്നെയും അതെ ചേച്ചി ആ ഷോ ചെയ്യുമ്പോണ്ടല്ലോ, ഞാൻ കൽപ്പന ചേച്ചിയോട് വർത്താനമേ പറഞ്ഞിട്ടില്ല. കൽപ്പന ചേച്ചി ഇങ്ങനെ കടക്കടാ ആ ഷോ ഇപ്പോഴും കാണുമ്പോ ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഞാൻ എത്ര തവണ കാണുമെന്ന് അറിയാമോ? അത് വഴുതരങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ കഥ. ആ പൊടിപോളിക്കോട്ട് വന്ന നൈറ്റി എടുത്ത് അങ്ങോട്ട് ഇടും. അശോകനഗറിൽ വീട്ടിൽ താമസിക്കും ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി അമ്മ ചോദിക്കും അരിയട്ടെ എടുക്കട്ടെ വഴുതരങ്ങ. ഒരു ആനീസ് കിച്ചൺ ആണെന്ന് അവരുടെ വിചാരം. കൽപ്പന അത് ഏറ്റവും എന്താ പറയാ, അമ്മയ്ക്ക് എടുക്കട്ടെ എന്ത് അയ്യോ വേണ്ട മോളെ, അമ്മായിയമ്മ ഉപദ്രവിക്കുകയാണെങ്കിൽ മക്കൾ അതൊക്കെ കൊടുക്ക്. അത് കലച്ചേച്ചിയെ കുറിച്ച് പറയുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനൊരു കൂടപ്പുറപ്പില്ല. മലയാളത്തിൽ ഇത്രയും മനോഹരമായ മലയാള ഭാഷ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി സത്യമായിട്ട് കൽപ്പന ചേച്ചി. ഭയങ്കര ദൈവമേ, കൽപ്പന ചേച്ചി നല്ലൊരു മനസ്സുള്ള ഒരു ചേച്ചി. ഞാൻ വർക്ക് ചെയ്തപ്പോഴും അത് ഏറ്റവും കൂടുതൽ ആ പൊങ്കാല ഇടുന്ന സമയത്തൊക്കെ ഞാൻ കൽപ്പന ചേച്ചി അപ്പുറം ഇപ്പുറത്തെ വീടാ. അപ്പൊ അവിടെ ഇരുന്നോണ്ട് ഇങ്ങോട്ട് വിളിച്ച് നീ എന്തിട്ടു, നീ എവിടെ വരെ എത്തി, നീ ഇട്ട് കഴിഞ്ഞോ? ശരിക്കും നമുക്കെല്ലാം മിസ് ചെയ്യുന്ന ചേച്ചി. ഇപ്പൊ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് കമ്പയർ ചെയ്യാൻ കയറി ഒരു ആങ്കർ ആയിരുന്നു, അത് കഴിഞ്ഞ് ഒരു ആർട്ടിസ്റ്റായി. ഇനി ചേച്ചി ഇതൊക്കെ കോയിൻസിഡൻസ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു സാധനം ചേച്ചിയുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി? ഇപ്പൊ എനിക്കൊന്നുമില്ല. പ്ലെയിൻ എന്നുള്ളതല്ല, ഞാൻ നമ്മളൊരു സാഷിയേറ്റഡ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, നിറഞ്ഞു മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ ഒന്നിനോടും വേണം എന്നുള്ള ഇതില്ല. നമ്മൾക്ക് തൃപ്തി എന്ന് പറയുന്നത് അതൊരു ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സങ്കടമോ നിരാശയൊന്നുമല്ല. ആൾക്കാരിങ്ങനെ പറയുമോ അങ്ങനെ പറയുകയോ ചെയ്യരുത്, നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് നീക്കുന്നത്. ഞാൻ അതെന്ത് യു ആർ സാറ്റിസ്ഫൈഡ്? ഐ ആം അബ്സല്യൂട്ട്ലി സാറ്റിസ്ഫൈഡ്. ഐ ആം കംപ്ലീറ്റ്ലി സാഷിയേറ്റഡ്. നിറഞ്ഞ ഫീലിംഗ് ആണ്. നമുക്ക് നിറഞ്ഞു. വിശപ്പില്ലാത്തപ്പോൾ എങ്ങനെയാ, ഇനി എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചാൽ അയ്യോ വേണ്ട എനിക്ക് ഫുള്ളാണ് എന്ന് പറയുന്നതാണ് ലൈഫിൽ. പക്ഷെ എല്ലാ മൊമെന്റിനെയും ഞാൻ വളരെ ബോണസ് ആയിട്ടാണ് കാണുന്നത്. ഓരോ നിമിഷവും സന്തോഷമായിട്ട് എന്ത് വന്നാലും ഞാൻ എന്നോട് ഓപ്പണായിട്ട്. പക്ഷെ എനിക്കായിട്ട് എന്തെങ്കിലും വേണോ? വേണ്ട.